ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്റ്റീരിയോ അല്ലെങ്കിൽ ഒരു 2.1 ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പവർ സപ്ലൈക്കും അതുപോലെ തന്നെ ആംപ്ലിഫയർ ബോർഡിനും ഉപരിയായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു ബാസ്റ്റബിൾ ബോർഡ്. ഇതും ബാസ്റ്റബിൾ ബോർഡ് തന്നെയാണ്. ഇതൊരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡ്. പിന്നെ പ്രധാനമായിട്ടും ഇതുപോലൊരു USB വിത്ത് ബ്ലൂടൂത്ത് മോഡ്യൂള്, മൈക്ക് എക്കോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മൈക്ക് എക്കോ ബോർഡ്, അതുപോലെ തന്നെ ഇതിനൊക്കെയുള്ള സെപ്പറേറ്റ് പവർ സപ്ലൈക്ക് വേണ്ടിയുള്ള റെഗുലേറ്റർ AC അല്ലെങ്കിൽ ബക്ക് കൺവേർട്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും. അതുകൂടാതെ ഇങ്ങനെ ഒരു കൂട്ടം കൺട്രോൾസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്റ്റീരിയോയോ അല്ലെങ്കിൽ 2.1 ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് അതൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ സ്വന്തമായിട്ട് ഒരു സ്റ്റീരിയോ അല്ലെങ്കിൽ 2.1 ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഹമ്മിങ്ങും നോയ്സും ഒക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യേണ്ടെന്നുള്ള തീരുമാനത്തിൽ വരെ എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഇതൊന്നും വേണ്ട, ഇതെല്ലാം നമ്മൾ മറന്നേക്കൂ. ഇത്രയും സാധനങ്ങളുടെ ഫങ്ഷനെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി 2.1 റിമോട്ട് കിറ്റാണ് എൻ്റെ ഈ കയ്യിലുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഫുൾ ഫങ്ഷൻ റിമോട്ട് കൺട്രോളാണ്. അതുപോലെ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. റിമോട്ട് കിറ്റുകളൊക്കെ വരുന്ന പോലത്തെയുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സിനകത്താണ് ഈ പ്രോഡക്റ്റും വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. ആദ്യമേ തന്നെ ഇതിൻ്റെ റിമോട്ടാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള റിമോട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. കണക്ഷൻ വയേഴ്സ്, ഡിസ്പ്ലേ മോഡ്യൂള്, മെയിൻ ബോർഡ്, റോട്ടറി എൻകോഡർ, മൈക്ക് സോക്കറ്റ്, സ്വിച്ച് നോബ്സ്, ഇത്തരം ഐറ്റംസാണ് ഈ പാക്കറ്റിൽ വരുന്നത്. ഇതിനി ഓരോന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇതാണ് മെയിൻ ബോർഡ്. ഈ ഓഡിയോ പ്രോസസ്സിങ്ങും ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് എല്ലാം ഈ ഒരു ബോർഡിലാണ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സ്റ്റീരിയോ ഇൻപുട്ട്, ഒരു കോആക്സിയൽ ഇൻപുട്ട്, ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട്, ഒരു HDMI ARC, പിന്നെ USB, ബ്ലൂടൂത്ത്, FM എന്നിവയൊക്കെയാണ് ഇതിൽ ഇൻപുട്ടായിട്ട് വരുന്നത്. കൂടാതെ 2 മൈക്ക് കൂടെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. എക്കോ ഫംഗ്ഷന് കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരോക്കെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മ്യൂസിക്കിനോടൊപ്പം നമ്മുടെ ഈ മൈക്ക് സൗണ്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ഉപയോഗിക്കാനാവും. ബോർഡിലെ കണക്ഷൻ ജാക്കുകളൊന്ന് നോക്കാം. ഇത് ഡിസ്പ്ലേ മോഡ്യൂളിലേക്കുള്ള കണക്ഷനാണ്. ഇതാണ് 12 വോൾട്ട് പവർ സപ്ലൈ പോയിൻ്റ്. ഇത് 12 മുതൽ 24 വോൾട്ട് വരെ ഉള്ള DC വോൾട്ടിലാണിത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ബോർഡിൻ്റെയും മറുവശത്ത് AC വോൾട്ട് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ശരിക്കും AC വോൾട്ട് അല്ല കൊടുക്കേണ്ടത്, DC വോൾട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടെയാണ് 3 ചാനൽ ഓഡിയോ ഔട്ട്പുട്ട്. ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ടുകൾക്ക് പുറമെ ഒരു സബ്വൂഫർ ഔട്ട് കൂടെ ഇവിടെ നിന്ന് ലഭിക്കും. ആംപ്ലിഫയറിലേക്കുള്ള സിഗ്നൽ ഇൻപുട്ട് ഇവിടെ നിന്നാണ് നൽകേണ്ടത്. ഈ 2 മൈക്ക് സോക്കറ്റും ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത്രയുമാണ് ഈ ബോർഡിൽ ഒക്കെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ മോഡ്യൂൾ. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണിത്. നോർമൽ റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേയിനേക്കാൾ നല്ല വലിപ്പമുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേക്ക്. തന്നെയുമല്ല, ഈ ബ്രാൻഡഡ് AVRലൊക്കെ വരുന്ന പോലത്തെ വൈറ്റ് കളർ LED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നല്ല കാഴ്ചക്ക് നല്ല ഭംഗി, നല്ല അപ്പിയറൻസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ബ്ലാക്ക് പ്രീമിയം ഫിനിഷിങ്ങിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ USB സോക്കറ്റും IR സെൻസറും കൺട്രോൾ സ്വിച്ചുകളും ഒക്കെ ഈ ഡിസ്പ്ലേ ബോർഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റിമോട്ട് എടുത്തു പറയേണ്ട ഒന്നാണ്. നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ നല്ല ബെസ്റ്റ് തന്നെയാണ്. G-സ്റ്റാറിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഈ കേബിളുകളെല്ലാം ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള കേബിളുകൾ തന്നെയാണ്. നമുക്കിതിൻ്റെ കണക്ഷൻസ് ഒന്ന് കൊടുക്കാം. ഇത് ഡിസ്പ്ലേയിലേക്കുള്ള പോർട്ടാണ്. അത് നേരെ ഇതിൻ്റെ ഈ ഡിസ്പ്ലേയുടെ ഈ പോർട്ടിലേക്ക്
ഇതുപോലെ കണക്ട് ചെയ്യാം. ഓക്കെ, അത് ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്തു. ഇനിയുള്ളത് റോട്ടറി എൻകോഡറിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. റോട്ടറി എൻകോഡറിൻ്റെ കണക്ഷൻ വരുന്നത് ഇവിടെ ഈ ഡിസ്പ്ലേ ബോർഡിൻ്റെ ഈ ഭാഗത്തേക്കാണ്. ഇവിടെ കണക്ട് ചെയ്യാം. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് മൈക്കാണ്. മൈക്കിൻ്റെ PCBയിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. മൈക്ക് ഇതിൻ്റെ മെയിൻ ബോർഡിലേക്ക് ഇതേ കണ്ടില്ലേ, ഇത് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അതും ഇതുപോലെ കണക്ട് ചെയ്യാം. ഇനിയുള്ളത് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈക്കുള്ളത് ഇവിടെ ഈ ജാക്കിലേക്കും കണക്ട് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 12 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കാം. ഇതാണ് ഔട്ട്പുട്ട് കേബിള്. ഇവിടെയാണ് ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇങ്ങനെ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ഇത് ലെഫ്റ്റ് ഓഡിയോ, ഇത് റൈറ്റ് ഓഡിയോ, ഇത് ഗ്രൗണ്ട്. അതുപോലെ തന്നെ ഇത് സബ് വൂഫർ ഔട്ട്, ഇത് അതിൻ്റെ ഗ്രൗണ്ട്. ഇതിൻ്റെ ഈ ലെഫ്റ്റ് റൈറ്റ് മാത്രം ഇപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഈ ഓഡിയോ ഔട്ട്പുട്ടിൽ ഞാനൊരു RCA കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പവർ നമുക്കൊന്ന് ഓൺ ചെയ്യാം. ബോർഡ് ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അക്രിലിക്കിൻ്റെ ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അപ്പോൾ നല്ല ക്ലീനായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ബ്ലൂടൂത്താണ് കിടക്കുന്നത്. നമുക്കിതിൻ്റെ വോളിയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോളിയം മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് 50 വരെയാണ്. മാക്സിമം 50, 0 to 50 ആണ് മാക്സിമം ഇതിൽ വോളിയം ലെവൽ വരുന്നത്. ഇത് ട്രബിൾ കൺട്രോളാണ് ഇത് വരുന്നത്. ട്രബിൾ ഇപ്പോൾ മാക്സിമം 12 വരെയാണ്. 0 to ട്രിബിൾ വരുന്നത് ട്രിബിൾ -12 മുതൽ +12 വരെയാണ് മാക്സിമം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നെക്സ്റ്റ് പ്രീവിയസ് ഫങ്ഷനാണ്. ഇത് വോളിയം അപ്പ് ഡൗണ്. ഇതാണ് സബ് വൂഫർ. ഇതാണ് സബ് വൂഫറിൻ്റെ കൺട്രോൾ വരുന്നത്. സബ് വൂഫർ അപ്പ് ഡൗണ്. പിന്നെ ഇത് ഓരോ സ്വിച്ചിങ് മോഡുകളാണ്. ഓക്സ്, കോആക്സിൽ, HDMI നമ്മൾ കണക്ട് ചെയ്തെങ്കിൽ അത് സെൻസ് ആവുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് വന്നിട്ട് അങ്ങ് മാറി അങ്ങ് പോവുക ചെയ്യണേ. ഇത് ഒപ്റ്റിക്കൽ, FM, ബ്ലൂടൂത്ത്, USB നമുക്ക് കണക്ട് ചെയ്ത് പിന്നീട് ചെക്ക് ചെയ്യാം. പിന്നെ ഇക്വലൈസർ കൺട്രോളുകൾ, അതുപോലെ തന്നെ മൈക്കോളിയം, എക്കോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത്രയൊക്കെയാണ് റിമോട്ടിൽ ഇതിൽ വരുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ട് ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എൻകോഡറും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. എൻകോഡർ നല്ല കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർ വന്നിട്ടുണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, പെയ്ഡായി. സാധാരണ ഈ ബ്ലൂടൂത്ത് മോഡ്യൂൾ പോലെ അനൗൺസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇപ്പോൾ ഓൾറെഡി ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. മോഡ് ഒന്ന് സെലക്ട് ചെയ്ത്
നമുക്ക് ഇതിനോടൊപ്പം ഈ ഒരു മൈക്ക് കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. മൈക്ക് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ സബ് വൂഫറിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ ഇവിടെ ഈ സ്റ്റീരിയോ ആമ്പിൻ്റെ ഒരു സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. സൂപ്പർ, നല്ല ബാസ് ഒന്നും വരുന്നുണ്ട്. ബാസ് നന്നായിട്ട്. സബ് വൂഫറൊക്കെ ആണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പഞ്ച് തന്നെയാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ നല്ല ബെസ്റ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി USB ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനെല്ലാം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ നല്ല ക്വാളിറ്റി ഓഡിയോ തന്നെയാണ്. ഇതുപോലെ മൈക്ക് ഫങ്ഷൻ ഒക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഡിജിറ്റൽ ഇൻപുട്ടുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ഒപ്റ്റിക്കൽ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ TV-യിൽ നിന്നാണ് ഇതിന് ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. കാണുന്നില്ലേ, ഒപ്റ്റിക്കൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കണക്ട് ചെയ്യാം. പെൻ ഡ്രൈവ് തൽക്കാലം ഊരിയെടുക്കാം. മോഡിൽ ഓക്സ് കോവാക്സിൽ ഒപ്റ്റിക്കൽ. ഒപ്റ്റിക്കലും നല്ല കറക്റ്റായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. FM, ബ്ലൂടൂത്ത്, ഓക്സ്, കോവാക്സിൽ,
ഒപ്റ്റിക്കൽ. HDMI കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ടി വിയിൽ സെറ്റിങ്സ് ഒന്ന് മാറ്റിക്കോട്ടെ. ARC സെലക്ട് ചെയ്തിട്ടുണ്ട് ടി വിയിൽ. ഇപ്പോൾ മോഡ് ചേഞ്ച് ചെയ്യാം. ARC വീഡിയോ പ്ലേ ചെയ്യാം. വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ ആ ഒരു ഇംപ്രഷൻ. നന്നായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഓഡിയോ തന്നെയാണ്. എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നുണ്ട്. മൈക്ക് എക്കോ ഒക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി 2.1 ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കിറ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി ഓഡിയോ തന്നെയാണ്. നോയ്സ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഈ കിറ്റിൽ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.